ഹലോ. അപ്പോൾ ഇന്ന് മോൻ്റെ സ്കൂളിൽ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അവൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നൊരു സെലിബ്രേഷനാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ക്രിസ്മസ് ആണ്. നമ്മുടെ ആഘോഷങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ക്രിസ്മസും അതുപോലെ തന്നെ ദീപാവലിയുമാണ്. ദീപാവലി ഇഷ്ടമുണ്ടെങ്കിലും ഒന്നുകൂടെ അവന് ഇഷ്ടം ക്രിസ്മസ് ആണ്. അതിന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവൻ. ഞാനവനെ ക്രിസ്മസ് പാപ്പയായിട്ടാണ് റെഡിയാക്കി സ്കൂളിൽ വിട്ടത്. ഞാനും പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്നതിൽ രണ്ടാമത്തെ റൈറ്റ് സൈഡിൽ നിന്ന് രണ്ടാമത്തെ ക്രിസ്മസ് പാപ്പയാണ് എൻ്റെ ക്രിസ്മസ് പാപ്പ. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അവനെ ക്രിസ്മസ് പാപ്പയായിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്ത് ഒരുക്കി വിട്ടപ്പോൾ അവർ പറഞ്ഞു സ്റ്റേജിൽ ഇരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ സ്റ്റേജിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് അങ്ങനെ സ്റ്റേജിൽ പോയി ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അവിടെ ഫാദർ ഭയങ്കരമായിട്ട് തകർത്ത് പ്രസംഗമായിരുന്നു. ഒത്തിരി സമയം ഉണ്ടായിരുന്നു. ഞാനതിൽ കുറച്ച് ഭാഗം മാത്രമേ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കേക്ക് കട്ടിങ് ഒരു സെലിബ്രേഷനായിരുന്നു. വളരെ കുറച്ച് സെലിബ്രേഷൻ പ്രോഗ്രാംസൊക്കെ ആണെങ്കിലും അത് വളരെ മനോഹരമായിട്ട് അടിപൊളിയായിരുന്നു. ഫുള്ള് റെഡ് ആൻഡ് വൈറ്റ് ബലൂൺസും അതുപോലെ ഫുൾ റെഡ് ആൻഡ് വൈറ്റ് ക്യാപ്സും ഒക്കെ എല്ലാവരും വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവരുടെ ഡ്രസ്സും എല്ലാവരും സെയിം ഡ്രസ്സായിരുന്നു. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് എല്ലാവരും സെയിം ഡ്രസ്സ് വാങ്ങി ഇട്ട് കൊടുത്ത് വിട്ടു. അതുപോലെ നമ്മുടെ പാരൻസ് ഫുള്ള് റെഡ് കളർ ഡ്രസ്സായിരുന്നു. ഇനി അടുത്ത് നെക്സ്റ്റ് ഇവരുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുവാണ്. ഈ ഒരു ഗ്ലാസ് ഇവിടെ ഒരു പാരൻ്റ് തന്നെ ചെയ്യുന്നതാണ്. അവരുടെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് LKG പഠിക്കുന്ന ബോയ്സിൻ്റെ ഈ ഒരു പെർഫോമൻസാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം അവർക്ക് എല്ലാവർക്കും പ്രൈസ് കൊടുക്കുമായിരുന്നു പ്രധാന അധ്യാപകൻ. ഇത് ഓണത്തിന്
ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ അങ്ങനെ ഗിഫ്റ്റ് കൊടുത്താണ്. അതിനുശേഷം ഞങ്ങളൊരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുമായിരുന്നു കളിച്ചും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അവൻ ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജ്യൂസ് മേടിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ബേക്കറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തിരി ഭയങ്കര വെറൈറ്റീസും ഒത്തിരി ബേക്കറി ഐറ്റംസ് ഉള്ള ഒരു ബേക്കറിയാണ്. ഒരു നല്ലൊരു ബേക്കറിയാണ്, കിടിലമാണ്. അപ്പോൾ അവന് അവിടെ ഈ സൈഡിൽ ഈ തൂക്കിയിട്ടയക്കുന്ന ഈ ഒരു സംഭവം ലേസും കാര്യങ്ങളും, ഞാനതൊന്നും അവന് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വാങ്ങി കൊടുക്കാറില്ല പൊതുവേ. ആരെങ്കിലും മേടിച്ച് കൊടുത്താൽ ഇച്ചിരി കൊടുക്കുമെന്നല്ലാതെ ഞാൻ ഈ വക സാധനങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല, ഒരു താല്പര്യവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് അതൊക്കെ അവൻ പറഞ്ഞു, അതൊന്നും ഞാൻ മേടിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ മൊത്തത്തിൽ ആ ഒരു ബേക്കറിയുടെ ഒരു ഭംഗി കണ്ടിട്ട് മൊത്തത്തിൽ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെ അവിടെ ബേക്ക് ചെയ്യുന്ന കേക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഒത്തിരി വേറെ പലഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഏതാണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ്? വൈറ്റ് ചോക്ലേറ്റ് ആണോ, ഡാർക്ക് ചോക്ലേറ്റ് ആണോ? അതുപോലെ അതിൽ തന്നെ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന്, അതുപോലെ തന്നെ ഏത് ബേക്കറി ഐറ്റമാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. സ്നിക്കേഴ്സ് ആണോ, ഡയറി മിൽക്കാണോ, മഞ്ചാണോ? ഇനി ഞാൻ വേറെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാലോ, അപ്പോൾ എനിക്കും അതുണ്ടാകും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ക്രിസ്മസും കൂടെ അടുക്കാറായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. കേക്ക് തന്നെ കപ്പിലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവനും കൂടെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങളിനി ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളവിടെ നിന്ന് ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരുന്നു. ടാറ്റാ, എല്ലാവരും ലൈക്ക് ചെയ്യുക.